തങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ടാക്സിയിൽ വരുമ്പോൾ വഴിതടഞ്ഞ ചൈതന്യയെ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവരാണ് അതെന്ന് ശിവനും ചൈതന്യയ്ക്ക് ഉറപ്പായി. നാൽവർ സംഘവും അവരെ തന്നെ നോക്കി ജീപ്പിൽ ഇരിക്കുകയാണ്. അവർ എന്തോ വായിലിട്ട് ചവയ്ക്കുന്നുണ്ട്. ചൈതന്യം മെല്ലെ പിന്നിലേക്ക് മാറി മുറിയിൽ കയറി. ശിവൻ അവിടെ തന്നെ നിന്നു. അവൻ്റെ ശരീരത്തിലെ വേദനയൊക്കെ കുറഞ്ഞു തുടങ്ങിയിരുന്നു. മുറിവുകൾക്കും കരിവുണ്ട്. ഇത്തിരി നേരം ജീപ്പ് അവിടെ തന്നെ നിർത്തിയിട്ട് എന്തോ പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങി. ശിവൻ ആശ്വാസത്തോടെ നിശ്വസിച്ചത് അപ്പോഴാണ്. എനിക്കാകെ ഭയമാകുന്നു ശിവൻ. അവൻ മുറിയിലേക്ക് ചെന്നപ്പോൾ കണ്ടത് ഭയന്ന് വിറച്ചുകൊണ്ട് നിൽക്കുന്ന ചൈതന്യയെയാണ്. മോള് വിഷമിക്കണ്ട, അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാലും അവർ നമ്മളെ കണ്ട സ്ഥിതിക്ക് അത് നേരാണെന്ന് ശിവനും അറിയാം. പക്ഷേ അത് പറഞ്ഞ് അവളെ കൂടി ഭയപ്പെടുത്തിയാൽ? നിന്നെക്കൊണ്ട് പറ്റില്ലെങ്കിൽ അത് പറയടി, ഞാൻ വേറെ മാർഗം നോക്കിക്കൊള്ളാം. കോപത്തോടെ അബ്കാരി കോൺട്രാക്ടർ ആൽബർട്ട് അലറി. ശാരദ അയാളുടെ മുന്നിൽ നിന്ന് പരുങ്ങുകയാണ്. എന്നെക്കൊണ്ട് കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മുതലാളി. കഴിയുമെങ്കിൽ ഇതിനോടൊപ്പം നടക്കുമായിരുന്നു. ഇത്രയും നാൾ അങ്ങനെയായിരുന്നു താനും. ആൽബർട്ടിന് ചൈതന്യയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അടക്കാനാവാത്ത പൂതിയാണ്. നേരെയുള്ള മാർഗം ഫലിച്ചില്ല. ഇനി ഞാൻ അടവ് മാറ്റുവാൻ പോകുകയാണ്. ചതി. മുതലാളി, എനിക്ക് ഒരാഴ്ചത്തെ അവധി കൂടി തരണം. ശാരദയെ കടുപ്പിച്ചൊന്ന് നോക്കിയെങ്കിലും അവസാനം ആൽബർട്ട് സമ്മതിച്ചു. എന്തേ, ഇവിടെ ആരുമില്ലേ? വാതിലിൽ തട്ടുന്നതും ഒപ്പം ഒരു സ്ത്രീസ്വരവും കേട്ടപ്പോൾ ചൈതന്യ എണീറ്റു. വാതിൽ തുറക്കണോ വേണ്ടയോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു. ശിവൻ അവിടെ ഉണ്ടായിരുന്നില്ല. വിജയരാജൻ്റെ ഒപ്പം പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. വീണ്ടും വാതിലിൽ മുട്ടുന്നു. എന്തായാലും പകൽ സമയമാണല്ലോ എന്ന വിചാരത്തോടെ ചൈതന്യ വാതിൽ തുറന്നു. പുറത്ത് കമല സർവാഭരണ വിഭൂഷിതയായി. അവളെ കണ്ടപ്പോൾ കമല വെളുക്കെ ചിരിച്ചു. അകത്തേക്ക് വരാമല്ലോ ചോദിച്ചുകൊണ്ട് അവർ അകത്ത് കടന്നു. കാര്യം എന്തായാലും അവർ ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥയല്ലേ? ചൈതന്യ ഒരു പായ നിവർത്തിയിട്ടു. ഇരിക്കു ചേച്ചി. കമല ഇരുന്നു. പിന്നെ ചൈതന്യയെ സൂക്ഷിച്ചു നോക്കി. കുട്ടി അന്ന് കണ്ടതിൽ ക്ഷീണിതയാണല്ലോ, എന്തു പറ്റി? അവൾ മറുപടി പറഞ്ഞില്ല. പണത്തിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ചൈതന്യയുടെ മുഖം വിളറി. ഈ വേശ്യ തന്നെ പരിഹസിക്കുകയാണ് എന്ന് പോലും അവൾക്ക് തോന്നാതിരുന്നില്ല. കുട്ടി വിഷമിക്കുകയൊന്നും വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലെന്നേ. കുട്ടിയുടെ ഭർത്താവ് എവിടെയാണ്? പുറത്തേക്ക് പോയി. പാവം, ജോലിയൊന്നുമില്ലാതെ അലയുകയായിരിക്കും അല്ലേ? ചൈതന്യയ്ക്ക് വല്ലായ്മ തോന്നി. ഇവർക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? തങ്ങളെ മനഃപൂർവ്വം താറടിക്കുവാനാണോ ഇവരുടെ ആഗമനം? ചൈതന്യയുടെ ഉള്ളിലിരിപ്പ് കമല ഗ്രഹിച്ചു എന്ന് തോന്നുന്നു. അവർ എണീറ്റു. പിന്നെ കാണാം. എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. സ്വന്തം ചേച്ചിയെ പോലെ എന്നെ കണക്കാക്കാം. പിന്നെ സമയം കിട്ടുമ്പോൾ അവിടേക്കും ഒന്ന് വരണം. ശരി ചേച്ചി. കമല ഇറങ്ങിപ്പോയി. കുറേ അകലെ നിന്ന് ശാരദ ഇത് കാണുന്നുണ്ടായിരുന്നു. ചൈതന്യയ്ക്ക് വേണ്ടി കമലയും വലവീശി തുടങ്ങിയെന്ന് ശാരദയ്ക്ക് ഉറപ്പായി. അവൾ കമലയുടെ കസ്റ്റഡിയിൽ വീഴുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണമെന്ന് ശാരദ തീരുമാനിച്ചു. വാതിൽ ചേർത്തടച്ച് പിന്തിരിയുമ്പോൾ ചൈതന്യ ചിന്തിച്ചതും കമലയെക്കുറിച്ചായിരുന്നു. അവർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അവർ വേശ്യയാണെങ്കിലും തങ്ങളോടുള്ള നിലപാട് ഒരുപക്ഷെ നല്ലതായിരിക്കുമോ? ശിവൻ തിരികെ വന്നപ്പോൾ അവൾ കമല വന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. സൂക്ഷിക്കണം, അവൻ താക്കീത് നൽകി. നമ്മളെ വലയിൽ കൊടുക്കുവാൻ ഇവറ്റകൾ എന്തു മാർഗമാണ് കൈക്കൊള്ളുന്നതെന്ന് ആരറിഞ്ഞു? ചൈതന്യ തലകുലുക്കി. അവിടെ താമസമാക്കിയത് മുതൽ അവിടുത്തെ ചീഞ്ഞ ഗന്ധങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കാൻ അവരും പഠിച്ചിരുന്നു. പോയ കാര്യം എന്തായി? അവൾ തിരക്കി. ഇവിടെ ഒരാൾക്ക് ഒരു പിടിവണ്ടി വാടകയ്ക്ക് കൊടുക്കാനുണ്ട്. ദിവസം 5 രൂപ വാടക. ബാക്കി ജോലി ചെയ്ത് കിട്ടുന്നത് നമുക്കെടുക്കാം. എന്ത് തീരുമാനിച്ചു? നാളെ ഞായർ. മറ്റന്നാൾ മുതൽ പോവുക തന്നെ. ജീവിക്കണ്ടേ? ബുദ്ധിമുട്ടായി അല്ലേ? സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, സ്നേഹം നിലനിർത്തുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടുന്നത് ഒരു സുഖമാണെന്ന് ഇപ്പോൾ മനസ്സിലായി. ഒന്നുമില്ലെങ്കിലും പരസ്പരം സാന്ത്വനിപ്പിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ആ സുഖം മണിമാളികകളിൽ അല്ലലറിയാതെ സുഖിച്ചു വാഴുമ്പോൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാണെന്ന് ചൈതന്യയ്ക്കും അറിയാമായിരുന്നു. മണിധർമ്മൻ തന്നെ വിവാഹം ചെയ്യുകയായിരുന്നെങ്കിൽ തനിക്ക് ഇത്രയും സ്നേഹം കിട്ടുമായിരുന്നോ? സമൂഹത്തിൽ ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് ഭാവിച്ചു കഴിയുന്ന മഹിളകളിൽ ഒരുവളായി താനും കഴിയേണ്ടി വന്നേനെ. ഉടുത്തൊരുങ്ങി എടുക്കാൻ പറ്റാത്ത ആഭരണങ്ങൾ വാരിയണിഞ്ഞ് കാറിൽ സഞ്ചരിക്കാനും പിന്നെ രാത്രിയിൽ എപ്പോഴെങ്കിലും വന്നെത്തുന്ന ഭർത്താവിൻ്റെ കാമം തീർക്കാനും ഒരു യന്ത്രഭാവ കണക്കെ കഴിയേണ്ടി വരുന്ന ഗതികേട്. സ്നേഹപൂർവ്വമുള്ള ഒരു തലോടെങ്കിലും കിട്ടിയെന്ന് വരില്ല. എന്നാൽ ഇവിടെ നേരെ മറിച്ചായിരുന്നു. ശിവൻ അവളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ്. ഇതിൽ കവിഞ്ഞ ഒരാനന്ദം സ്ത്രീക്ക് കിട്ടാനുണ്ടോ? രാത്രിയിൽ ഭയങ്കര മഴയായിരുന്നു. ചൈതന്യ ശിവനെ ഇറുകെ പുണർന്നു കിടന്നു, ഒരു പുതപ്പിനടിയിൽ. അങ്ങനെ കിടന്നപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സുരക്ഷിതത്വ ബോധം. ഒരു കാറ്റ് വീശി. ജാലകത്തിന് മുകളിലൂടെ തണുപ്പ് അകത്തേക്ക് ഇരച്ച് കയറി വന്നു. ശിവൻ അവളെ വരിഞ്ഞു മുറുക്കി. അവൻ്റെ കൈകൾക്ക് നല്ല ചൂടുണ്ടായിരുന്നു. അവളൊന്നുകൂടി അവനിലേക്ക് ലയിച്ചു. മോളെ. എൻ്റെ ശിവ. മുഴുവൻ പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. ചുണ്ടുകൾക്ക് മുകളിൽ അവൻ ചുംബനങ്ങൾ കൊണ്ട് മറക്കെട്ടി കഴിഞ്ഞിരുന്നു. ആ രാത്രി ഒരിക്കലും അവസാനിക്കരുതെന്ന് ചൈതന്യ കൊതിച്ച നിമിഷങ്ങളായിരുന്നു അത്.
പ്രഭാതം. പതിവിലും വൈകിയാണ് ഇരുവരും എണീറ്റത്. കൺപോളകൾക്ക് എന്നിട്ടും വല്ലാത്ത ഭാരം. ചൈതന്യയുടെ മുഖം നാണത്താൽ കൂമ്പിയിരുന്നു. കുടിസുകോവണി കയറി. ആരൊക്കെയോ വരുന്ന ശബ്ദം. വാതിലിൽ ശക്തിയായ മുട്ടൽ. തുറക്കടാ വാതിൽ. ശിവനും ചൈതന്യയും നടുങ്ങിപ്പോയി.